നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലപാടുകളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്കയും ചൈനയും. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശത്രു രാജ്യങ്ങളെപ്പോലെയാണ് ഏറെക്കാലമായി നിലകൊള്ളുന്നത്. രണ്ടുപേരുടെയും നയങ്ങൾ പരസ്പരം പല സന്ദർഭത്തിലും സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. വ്യാപാര യുദ്ധമടക്കം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലെത്തിയാണ് ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകളിൽ അമേരിക്ക വിചാരിച്ചതുപോലെയുള്ള ഫലങ്ങൾ ഉണ്ടായില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടതാണ്. മാത്രമല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പല ചർച്ചയുടെ പല ഘട്ടങ്ങളിലും മുഴച്ചു നിന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും ഒരു അഭിപ്രായ ഐക്യത്തിലെത്താൻ ചെറുതായെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ അമേരിക്ക വിചാരിച്ചതുപോലെയുള്ള ഒരു ഫലം ഈ ചർച്ചകൾ കൊണ്ട് ഉണ്ടായില്ല എന്നാണ് അമേരിക്ക വിലയിരുത്തിയിട്ടുള്ളത്. നിലപാടുകളിൽ രണ്ട് രാജ്യങ്ങളും ഉറച്ചു നിൽക്കുകയായിരുന്നു. വ്യാപാര തർക്കങ്ങളിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലുമെന്നും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ യാതൊരു പുരോഗമനവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈന സന്ദർശനത്തിനിടയിൽ അല്ലെങ്കിൽ ആ സമയത്ത് പുറത്തു വന്ന പല പ്രധാനപ്പെട്ട വാർത്തകളും നമ്മൾ കേട്ടതാണ്. അതായത് ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ച നടക്കുന്ന വേദിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സുരക്ഷാ സേന ആയുധങ്ങളുമായി കടന്നു കയറാൻ ശ്രമിച്ചത് ചൈനീസ് സേന തടയുന്നു. ഇങ്ങനെ ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ചൈനീസ് സുരക്ഷാ സേനയും അതുപോലെ തന്നെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരുടെ സംഘവും തമ്മിൽ ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനും സംഘത്തിനും ചൈനയിൽ ലഭിച്ച സമ്മാനങ്ങളെല്ലാം ചൈനയിൽ തന്നെ ഉപേക്ഷിച്ച് സംഘം മടങ്ങിയതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് സുരക്ഷാ കാരണങ്ങളാൽ ചൈനയിൽ നിന്നുള്ള യാതൊന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് അമേരിക്കയുടെ സുരക്ഷാ വിഭാഗം തീരുമാനിക്കുകയായിരുന്നു. ഇതടക്കം നിരവധി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്ന്, അമേരിക്കയിൽ സംഘം അല്ലെങ്കിൽ ചൈന സന്ദർശിച്ച അമേരിക്കൻ സംഘത്തെ ചൈന പല വിധത്തിൽ നിരീക്ഷിക്കാനും വിവരങ്ങൾ ചോർത്താനും ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ സംഘം ചൈന സന്ദർശനം നടത്തി മടങ്ങി വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ചിപ്പ് നിർമ്മാണ കമ്പനിയായ എൻവിഡിയയെ ചൈന കരിമ്പട്ടികയിൽപ്പെടുത്തി. ചൈനീസ് സർക്കാരാണ് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഈ എൻവിഡിയയുടെ CEO ജെൻസൺ ഹുവാങ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചൈന സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നയാളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് എന്നത് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികളുമെല്ലാം ഒരേ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയുടെ കോർപ്പറേറ്റ് ലോകവും ഈ വാർത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിയായ എലോൺ മസ്കിനെ ചൈന നിരീക്ഷിച്ചിരുന്നുവെന്നും എലോൺ മസ്കിനെ നിരീക്ഷിക്കാനായി ചൈനീസ് സൈന്യത്തിലെ പ്രഗത്ഭയായ ഒരു ഉദ്യോഗസ്ഥയെ നിയോഗിച്ചിരുന്നുവെന്നുമുള്ള വാർത്ത ഒരു വ്ളോഗർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായ ജെന്നിഫർ സെങ് ആണ് ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ലോകമറിയുന്ന ഒരു വ്യവസായിയാണ്, ഒരു ശതകോടീശ്വരനാണ് എലോൺ മസ്ക്. അദ്ദേഹത്തിന് അമേരിക്കൻ ബഹിരാകാശ മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളുണ്ട്. അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ എലോൺ മസ്കിൻ്റെ കമ്പനികൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇലക്ട്രിക് കാർ നിർമ്മാണ മേഖല, ബഹിരാകാശ മേഖല, അതോടൊപ്പം തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ് പ്രൊവൈഡിംഗ്, ഇങ്ങനെ നിരവധി മേഖലകളിലാണ് എലോൺ മസ്കിൻ്റെ കമ്പനികൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇങ്ങനെയുള്ള എലോൺ മസ്ക് അമേരിക്കൻ സംഘത്തോടൊപ്പം, നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് സന്ദർശനം നടത്തിയത് ഉന്നതരായിട്ടുള്ള വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്കോടൊപ്പവും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ കമ്പനികളെ, മുൻനിര കമ്പനികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഈ കമ്പനികളുടെ മേധാവികൾ, അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ചൈന സന്ദർശനം നടത്തിയത്. ഈ ചൈനീസ് സന്ദർശനത്തിനിടെ എലോൺ മസ്കിനെ നിരീക്ഷിക്കുന്നത് ഈ ചൈനയുടെ പ്രഗത്ഭയായ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഇപ്പോൾ ജെന്നിഫർ സെങ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഇവർ ഈ ഫോട്ടോഗ്രാഫുകൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എലോൺ മസ്ക് ചൈനയിൽ ബീജിംഗിൽ സന്ദർശനത്തിനിടെ വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ഈ ചർച്ചകൾക്കിടയിൽ ആ ചർച്ചകൾ നടക്കുന്ന ഹോട്ടലിലെ ഉദ്യോഗസ്ഥ പരിചാരക എന്ന നിലയിൽ നിൽക്കുന്ന ഈ യുവതി യഥാർത്ഥത്തിൽ പരിചാരകയല്ലെന്നും മറിച്ച് ചൈനീസ് സൈന്യത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായ മേജർ ചെങ് ആണെന്നുമാണ് ഈ പറയുന്ന ജെന്നിഫർ സെങ് അവരുടെ വ്ലോഗിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ചെങ് യൂണിഫോമിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ പരിചാരകയായി ഈ പറയുന്ന എലോൺ മസ്കിനോടൊപ്പം ചർച്ചാ വേദികളിൽ അദ്ദേഹത്തെ സഹായിക്കാനായി നിൽക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അമേരിക്കൻ സുരക്ഷാ സേനയും അതുപോലെ തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും എല്ലാം ഈ ഫോട്ടോഗ്രാഫുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം ഇപ്പോൾ വളരെ ഗുരുതരമായി അല്ലെങ്കിൽ വളരെ ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയുമാണ്. കാരണം അമേരിക്കയുടെ ഉന്നതനായ ഒരു വ്യവസായി, ഒരു ശതകോടീശ്വരനെയാണ് ഒരു ഫോറിൻ ഡെലിഗേറ്റ്സിൻ്റെ ഭാഗമായി മറ്റൊരു വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തുമ്പോൾ ആ വിദേശ രാജ്യത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥ ഇങ്ങനെ അടുത്തു നിന്ന് നിരീക്ഷിക്കുന്നത് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം അത്രമാത്രം സംശയത്തോടു കൂടിയാണ് എപ്പോഴും അമേരിക്ക ചൈനയെ സമീപിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത. അമേരിക്കൻ സംഘത്തിന് ചൈനയിൽ നിന്ന് ലഭിച്ച എല്ലാ സമ്മാനങ്ങളും അവർ തിരികെ എയർഫോഴ്സ് വണ്ണിൽ കയറുന്നതിന് തൊട്ടു മുന്നോടിയായി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണ് അവർ വിമാനത്തിലേക്ക് കയറിയത്. ഇത്തരം വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ സമ്മാനങ്ങളിൽ ചൈന നിരീക്ഷണ ഉപകരണങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ എയർഫോഴ്സ് വണ്ണിനെയും അതുപോലെ തന്നെ വൈറ്റ് ഹൗസിലെ പ്രധാനപ്പെട്ട ഓഫീസിലെയും ഒക്കെയുള്ള വിവരങ്ങൾ ചോർത്താൻ ചൈന ശ്രമിച്ചേക്കുമെന്നുമുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഈ സുരക്ഷാ സേന ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ച് ചെയ്തത്. അമേരിക്കയുടെ ഈ നിലപാട് ശരിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഫോറിൻ ഡെലിഗേറ്റ്സിനെയാണ് ചൈന ഇത്തരത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. അവരോട് മാന്യത കാണിക്കാതെ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കൻ ടെക് കമ്പനികളെല്ലാം ചൈനയുമായി വലിയ മത്സരത്തിലാണ്. ഇവരെ ഒന്നും ചൈനയിലേക്ക് പ്രവേശിപ്പിക്കാത്ത സാഹചര്യമുണ്ട്. ഗൂഗിൾ ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് ആയാലും അങ്ങനെയൊക്കെയുള്ള ചില കമ്പനികളെ ചൈന നിരോധിക്കുകയും പകരം ഒരു തദ്ദേശീയമായി നിർമ്മിച്ച സംവിധാനങ്ങൾ ചൈന ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഈ പറയുന്ന ടെക് കമ്പനികളുമായി ഒരു ശീതയുദ്ധത്തിലുള്ള രാജ്യമാണ് ചൈന. അങ്ങനെയുള്ള ചൈനയാണ് ഈ ടെക് കമ്പനികളുടെ മേധാവികളെ തങ്ങളുടെ രാജ്യത്ത് ഒരു ഡിപ്ലോമാറ്റിക് ടീമിൻ്റെ ഭാഗമായി എത്തുമ്പോൾ ചാരപ്രവർത്തനത്തിന് സമാനമായ പ്രവർത്തനം ചൈന നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്ക വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം അമേരിക്കയുടെ ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചൈനീസ് സന്ദർശന വേളയിൽ മറ്റെല്ലാം വിവരങ്ങളാണ് അല്ലെങ്കിൽ മറ്റെന്തെല്ലാം അനധികൃത കാര്യങ്ങളാണ് നടന്നത് എന്ന് പരിശോധിക്കുകയാണ്. ചൈനീസ് സന്ദർശനത്തിനിടയിൽ നടന്ന എല്ലാ കാര്യപരിപാടികളും അമേരിക്കൻ സുരക്ഷാ സൈന്യം ഇപ്പോൾ റിവ്യൂ ചെയ്യുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്.